ta'ala wa barakatuh. Thinking is difficult. That's why most people judge. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെ ആയിട്ട് അനലിറ്റിക്കൽ ഫിലോസഫിയുടെ അതുപോലെ അനലിറ്റിക്കൽ സൈക്കോളജിയുടെയൊക്കെ വളരെ പ്രൊമിനൻ്റായ കാൾ യുങ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടാണിത്. തിങ്കിങ് ഈസ് ഡിഫിക്കൽട്ട്, ദാറ്റ്സ് വൈ മോസ്റ്റ് പീപ്പിൾ ജഡ്ജ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുക, ആലോചിക്കുക എന്നുള്ളതൊക്കെ വളരെ കൊഗ്നിറ്റീവായിട്ടുള്ള ഒരു എനർജി ചെലവഴിക്കേണ്ട ഒരു പ്രോസസ്സാണ്. ഇതിനൊക്കെയാണ് എവല്യൂഷണറി പ്രിൻസിപ്പിൾസൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ മനുഷ്യൻ്റെ ബുദ്ധിയും അതുപോലെ നിർമ്മിത ബുദ്ധിയും ലോകത്ത് ഉണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. ഇവയുടെ കോമ്പിറ്റൻസും അതുപോലെ ഇതിൻ്റെ ഡൈവേർജൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഡിസ്കഷനിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഡിസ്കഷൻസിൽ പങ്കെടുക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഐഡിയോളജീസിൽ നിന്ന് ഫായിസ്, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കിതാബ് വസുന്നയിൽ നിന്ന് അസ്നാസ്, അതുപോലെ ഹാമിദ് എന്നിവരാണ്. ആദ്യമായി ഇവരെ ഹൃദ്യമായി ഈ ഒരു ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടുകൂടെ തന്നെ ഇവിടുത്തെ ഓഡിയൻസിനെയും ഈ ഒരു ഡിസ്കഷനിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഏതൊരു ചർച്ചയുടെയും വളരെ അടിക്കാമ്പ് എന്നൊക്കെ പറയുന്നത് ആ വിഷയത്തിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ നമുക്കതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. AI അതുപോലെ ഹ്യൂമൻ റീസൺ, ഇതിനെ നമുക്ക് എങ്ങനെയാണ് നിർവചിക്കാൻ പറ്റുക, അതുപോലെ ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി, ഹ്യൂമൻ റീസൺ എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്, അതിൻ്റെ പല പെർസ്പെക്റ്റീവ്സ്, അതുപോലെ AI ഇന്ന് നമ്മൾ കാണുന്ന AI എങ്ങനെയാണ് അവിടേക്ക് അത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വിത്തിൻ ഓപ്പൺ ഡിസ്കഷനാണ്. ഇതിൽ ആർക്കു വേണമെങ്കിലും ഈ ഒരു ചർച്ചയിൽ ഇടപെടാവുന്നതാണ്. നമ്മൾ പേരിട്ട് എടുത്ത് വിളിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് AI അതുപോലെ മനുഷ്യബുദ്ധി എന്നിവയാണല്ലോ. ഇപ്പോൾ AI എന്ന് വെച്ചാൽ നമ്മൾ പുതുതായിട്ട് ഒന്ന് എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആരും അനുഭവിക്കുന്ന ചിന്തകളും ആശയങ്ങളും തന്നെയാണ് AIയുടെ വിവിധ തലങ്ങൾ എന്നുള്ളത്. ഒരു കഴിഞ്ഞ കാലത്തെ ഒരു സംഗതിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വിശകലനം ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. ഇനി വരാൻ പോകുന്നതിനെ കുറിച്ചാണെങ്കിലും അതിന് ആഴമേറിയ ആശയങ്ങൾ നമുക്ക് പരതേണ്ടതുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് AI എന്നുള്ളത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്, മനുഷ്യരാണ് എന്നുള്ളത് കൊണ്ട് AI എന്നുള്ളത് പ്രത്യേക വിശകലനത്തിൻ്റെ ഒരു ആവശ്യമില്ല. അത് സ്വാഭാവികമായിട്ടും ഈ അനുഭവത്തിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കിയവരാണ്. ഒരു കാലഘട്ടത്ത് മനുഷ്യന് വ്യത്യസ്തമായ അല്ലെങ്കിൽ നമ്മുടെ ചിന്തക്കപ്പുറമുള്ള ഒരു കാര്യം കാണുമ്പോൾ വളരെ കൗതുകമായിരുന്നു. ഉദാഹരണത്തിന് ഒരു പറക്കുന്ന കുതിര എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ചിത്രം കാണുമ്പോൾ ഇതെങ്ങനെ രൂപപ്പെട്ടു, ഇങ്ങനെ ഒന്നുണ്ടോ, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചിന്ത, അത് ചിറകുള്ള ഒരു പക്ഷിയുടെ ചിറകും ഒരു കുതിര എന്നുള്ള ഒരു സങ്കല്പവും സംയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു ചിത്രം ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ് വല്ലാത്ത കൗതുകം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് ഒരു മനുഷ്യന് ചിന്തിക്കുന്ന എന്തും പോസിബിളാണ് എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ ചിന്ത എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ട് നമുക്കുണ്ടായ ഒരു പരിണാമമോ അല്ലെങ്കിൽ നമ്മിലുണ്ടാക്കിയ ഒരു സ്വാഭാവികമായ ഒരു പുരോഗതിയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്തും സങ്കല്പിക്കാനും അത് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്ന് മനസ്സിൽ രൂപീകരിക്കാനുമുള്ള ഒരു സ്വാഭാവികമായ പക്വത ഈ കാലഘട്ടത്തിലെ ഈ ജനറേഷനിലെ ആളുകൾ നേടിയെടുത്തു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. അത് നമ്മളാണ് ആ ഒരു കഴിവ് നേടിയെടുത്ത ജനറേഷൻ എന്നുള്ളത് നമ്മെ
അറിഞ്ഞോ അറിയാതെ തീർച്ചയായും നമ്മെ ഉണർത്തേണ്ട ഒരു വസ്തുതയാണ്. പിന്നെ ബുദ്ധി എന്നുള്ളതിന് ഓരോ ഗവേഷകന്മാരും അല്ലെങ്കിൽ ഫിലോസഫേഴ്സും വ്യത്യസ്ത തരം ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വ്യത്യസ്ത തരം കോൺസെപ്റ്റുകൾ നൽകുന്നതാണ്. എന്നാൽ നമ്മളൊരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അതിൻ്റെ അറബിക് ഗ്രാമർ പണ്ഡിതന്മാർ അഥവാ നഹ്വി പണ്ഡിതന്മാർ ചില അർത്ഥങ്ങൾ നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കും. അഥവാ വിഡിത്തം എന്നതിനെ ഹമാക്കത്ത് എന്ന് പറയുമല്ലോ, അതിൻ്റെ വിപരീതമായിട്ടാണ് അഖൽ എന്ന് പറയുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് പറയുന്ന ഒരു ആശയം വളരെ ചിന്തനീയമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിലേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ AI അതേപോലെ റീസൺ ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതായത് AI കുറിച്ച് അതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററിയും കാര്യങ്ങളും കുറച്ചൊന്ന് പറയുകയാണെങ്കിൽ, AI എന്നുള്ളൊരു സങ്കല്പം അത് അല്ലെങ്കിൽ AI ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഒരു സങ്കല്പം, അതിൻ്റെ മറ്റൊരു രൂപം, അതായത് ഒരു AI റോബോട്ടുകളുടെ തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സങ്കല്പങ്ങളൊക്കെ പഴയകാല മിത്തുകളിലും പഴയകാല ചരിത്രങ്ങളിലൊക്കെ കാണാം. പ്രത്യേകിച്ച് ഗ്രീക്ക് മിത്തോളജിയിൽ അതുപോലത്തെ ചില സംഗതികളുണ്ട്. ഇപ്പോൾ ഹെഫാസ്റ്റസ് രാജാവ് എന്നുള്ളൊരു രാജാവ് അവിടെ ഒരു ടാലോസ് എന്ന പേരിൽ ഒരു വലിയ ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യരൂപം ഉണ്ടാക്കുകയും അതിനെ കൊണ്ട് ഒരുപാട് ടാസ്കുകൾ ചെയ്യിപ്പിക്കുക, ഒരു പ്രത്യേക ഗ്രാമത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ടാലോസ് എന്നുള്ള ആ ഒരു നിർമ്മിത ജീവിയെ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പണ്ടോറ എന്നുള്ള മറ്റൊരു സ്ത്രീ രൂപം നിർമ്മിച്ച് അതിനെ കൊണ്ട് ഒരുപാട് ടാസ്കുകൾ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ജൂയിഷ് ഹിസ്റ്ററിയിലും ഇതുപോലത്തെ സങ്കല്പങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിന്നീട് ഇത്തരത്തിലൊരു സീരിയസ് ആയി AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ഇതിലേക്കൊക്കെ നയിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം 1950 അലൻ ട്യൂറിംഗ് എന്നുള്ള ഒരു സയൻറ്റിസ്റ്റ് ക്യാൻ മെഷീൻസ് തിങ്ക് എന്നുള്ളൊരു പ്രസക്തമായ ഒരു തോട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ക്യാൻ മെഷീൻസ് തിങ്ക്, അതായത് മെഷീനുകൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു തോട്ട് ആദ്യമായിട്ട് ഒരു സയൻറ്റിഫിക് ചർച്ചകളിലേക്ക് ഇട്ടുകൊടുത്തത് ഈ ട്യൂറിംഗ് അല്ലെങ്കിൽ അലൻ ട്യൂറിംഗ് ആണ്. അദ്ദേഹം അതിനെ തുടർന്ന് ഒരു ട്യൂറിംഗ് എക്സ്പെരിമെൻ്റൊക്കെ പിന്നീട് നടത്തുന്നുണ്ട്. പിന്നെ ഈ 2000-ങ്ങൾക്ക് ശേഷമാണ് കാര്യമായിട്ട് ഒരു AI ചർച്ചകൾ വരുന്നത്. AI ഇന്ന് കാണുന്ന രൂപത്തിലൊക്കെ വളർന്ന് വികസിച്ചത്. ഇതിനെ കുറിച്ചൊരു ഡെഫിനിഷൻ രൂപത്തിൽ നമ്മൾ പറയുമ്പോൾ, അതായത് ചെറിയ മനുഷ്യബുദ്ധി അത്യാവശ്യമുള്ള ടാസ്കുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ലാംഗ്വേജ് പഠിക്കുക, അതല്ലെങ്കിൽ പാറ്റേൺസ് മനസ്സിലാക്കി പ്രഡിക്റ്റ് ചെയ്യുക, മറ്റു കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുക, പ്രോബ്ലം സോൾവിങ് നടത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യബുദ്ധി അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതൊക്കെ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ശാഖ എന്നുള്ള നിലക്ക് നമുക്ക് AI വിശദീകരിക്കാം. ഇനി റീസണിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ചില പ്രധാന അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു ക്ലെയിം കേട്ടാൽ അത് ട്രൂ ആണോ ഫെയിൽസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ്. ഒരു റീസണുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന് ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും, തീരുമാനം എടുക്കാൻ കഴിയും, അതേപോലെ കോഹറൻ്റായ അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ മനസ്സിലാക്കി വെക്കാൻ കഴിയും, പ്രഡിക്റ്റ് ചെയ്യാൻ, ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവാണ് പൊതുവെ റീസൺ എന്ന് പറയാറുള്ളത്. ഈ റീസൺ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ഇൻ്റലക്റ്റ് എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്ന് ഇവിടെ അക്കലിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഒരു ഇസ്ലാമിക് അല്ലെങ്കിൽ അറബിക് പെർസ്പെക്റ്റീവിൽ നിന്നുള്ള അതിൻ്റെ വാക്യാർത്ഥങ്ങളും മറ്റുള്ള ചർച്ചകൾ ഇൻഷാ അല്ലാഹ് ഇവിടെ കടന്നു വരും അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എവല്യൂഷൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഏകദേശം 7 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യ പൂർവികരുടെ ഒരു സാഹചര്യം എടുത്ത് നോക്കുമ്പോൾ തീരെ വളരെ ലോ ലെവലായിരുന്നു, തീരെ ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ നമ്മൾ മനുഷ്യബുദ്ധി എന്ന് സങ്കല്പിക്കുന്ന കാര്യമൊട്ടുമില്ലാത്ത രൂപത്തിലായിരുന്നു. സെൻസറി മോട്ടോർ എന്നുള്ള സ്റ്റേജുകൾ ആ രൂപത്തിലൊക്കെയുള്ള ചിന്തകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഏകദേശം ഒരു
3 മില്യൺ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആയിട്ടാണ്, ഹോമോ എറക്ടസിൻ്റെ ഒക്കെ കാലഘട്ടത്തിലാണ് റാപ്പിഡ് ചേഞ്ച് ഈ കാര്യത്തിലുണ്ടാകുന്നത്. ധാരാളമായി മനുഷ്യൻ്റെ ഇൻ്റലക്റ്റ് വളർന്നു വരുന്ന, അല്ലെങ്കിൽ മനുഷ്യ പൂർവികൻ്റെ ഇൻ്റലക്റ്റ് വളർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു 50,000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഒരു 2.5 വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ് പിന്നീട് ഈ ഒരു രൂപത്തിലേക്കുള്ള മനുഷ്യൻ്റെ ബുദ്ധി വളർന്നു വരുന്നത്. അപ്പോൾ ഇനി റീസൺ ആണോ, മനുഷ്യബുദ്ധിയാണോ, അല്ലെങ്കിൽ AI ആണോ നമുക്ക് കൂടുതൽ പവർഫുൾ ഏതാണ്, കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്നത് ഏതാണ്, പ്രാധാന്യം, അതൊക്കെ ഇനി വരും ചർച്ചകളിൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ വളരെ ബേസിക് ആയിട്ട് എന്താണ് AI എന്നും ഹ്യൂമൻ റീസൺ എന്താണെന്നൊക്കെ നമ്മളിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മൾ വളരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കോർ പോയിന്റിലേക്ക് വരികയാണ്. 2020 യൂണിവേഴ്സിറ്റി ഓഫ് ട്യൂബിഞ്ചനിലെ കുറച്ച് റിസർച്ചേഴ്സ് അവർ ഒരു AI മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ടെഞ്ച് എന്നുള്ള ഒരു ഫിഷ്, ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഈ AI മോഡൽ ഏത് പാർട്ടിനെയാണ്, ഒരു ഇമേജിൻ്റെ ഏത് പാർട്ടിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു ഈ റിസർച്ചേഴ്സ് പഠനം നടത്തിയത്. ഈ റിസർച്ചിൻ്റെ പഠനഫലം പുറത്തു വന്നപ്പോൾ ഇതിൻ്റെ റിസർച്ചേഴ്സ് അടക്കം ഞെട്ടി എന്നുള്ളതാണ്. കാരണം ഈ ടെഞ്ച് എന്നുള്ള ഈ ഫിഷിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി അവർ നിർമ്മിച്ചെടുത്ത ഈ AI മോഡൽ അത് വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചത് ഈ ടെഞ്ച് എന്നുള്ള അതിൻ്റെ പിക്ചറിലൊക്കെ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ വിരൽ അത് എങ്ങനെയാണോ അതായത് ഈ ടെഞ്ചിനെ പിടിക്കുന്ന ഒരു പിക്ചറാണ് അങ്ങനെയുള്ള അധിക പിക്ചേഴ്സാണ് ഈ ഒരു AI മോഡൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇതിനെ റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ AI മനുഷ്യരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ AI മുന്നോട്ട് വെക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ നമ്മൾ പുതിയ കാലത്ത് മോഡേൺ ടെക്നോളജി എത്ര വളർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ AI ഉപയോഗിച്ചുകൊണ്ട് സൂസൈഡ് അടക്കം ഉള്ള പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇവോൾവ് ചെയ്ത് വരുന്ന ഈ ഒരു AI ടെക്നോളജി ഇത് മനുഷ്യന് പ്രശ്നമാണോ? നമ്മുടെ വിഷയം കോമ്പീറ്റൻസ് ആൻഡ് ഡൈവർജൻസ് എന്നുള്ളതാണ്. ഇവിടെ AI-യും അതുപോലെ ഹ്യൂമൻ റീസണും ഇത് ഒരേ ഒരു ലെവലിലാണോ നിൽക്കുന്നത്? നമുക്ക് അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ അറിയാം. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് കോഗ്നിറ്റീവ് റെവല്യൂഷനിലൂടെ ഉണ്ടായി വന്ന ഒരുപാട് തിയറീസ് അറിയാം. എന്നാൽ അതല്ല, AI ആണ് മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ മുന്നോട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ മികവുള്ളത് AI-ക്കാണ്. ഏതൊരു നിലപാടാണ് നമുക്ക് ഈ വിഷയത്തിൽ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കോർ പോയിൻ്റാണ്. ആ ഒരു ചർച്ചയിലേക്കാണ് നമുക്കിനി പോകാം. അപ്പോൾ നിങ്ങളുടെ വീക്ഷണങ്ങളൊക്കെ ഒന്ന് പറയാം. ആയിരത്തി 1984 ടെർമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മൂവി പലപ്പോൾ നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. AI ചർച്ചകൾ പൊതുസമൂഹത്തിൽ കൂടുതൽ ചർച്ചയാകുന്നത് ഈ സിനിമയുടെ റിലീസും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ്. അപ്പോൾ ഈ AI-യുടെ നമ്മളിപ്പോൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന കാര്യം അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ നിന്നുകൊണ്ടുള്ള ഒരു ആശയവിനിമയമാണ് ആ സിനിമ നടത്തുന്നത്. അതായത് മനുഷ്യൻ വികസിപ്പിച്ചെടുത്തുള്ള സ്കൈനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം, ആ സിസ്റ്റം പിന്നീട് സ്വയം പര്യാപ്തമായിട്ട് മനുഷ്യനെതിരെ തിരിയുന്ന, മനുഷ്യവംശത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കഥയാണ് അവിടെ പറയുന്നത്. അത് ഹ്യൂമൻ വെസസ് AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ പലരും പിന്നീട് ഇപ്പോൾ മനുഷ്യ വംശമൊക്കെ നമ്മളൊക്കെ പൊതുസമൂഹത്തിൽ ഈ മനുഷ്യരും AI-യും തമ്മിലുള്ള ഒരു യുദ്ധം സങ്കല്പിക്കാനൊക്കെ തുടങ്ങിയത് ആ സിനിമയുടെയും അതിനെ തുടർന്നുള്ള ചർച്ചകൾക്ക് ശേഷമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഫിഷിനെ പിടിച്ചു നിൽക്കുന്ന ഒരു ഒരു ചിത്രത്തെ AI വിലയിരുത്തിയത് നമ്മുടെ മനുഷ്യൻ്റെ കൈയാണെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കാൻ. എൻ്റെ ഒരു വീക്ഷണത്തിൽ നമ്മൾ AI-ക്ക് കൊടുക്കുന്ന പ്രോംപ്റ്റുകൾ തെറ്റായി പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് അവയെ കൺട്രോൾ ചെയ്യുന്നതിൽ നമ്മുടെ
മനുഷ്യൻ്റെ ഭാഗത്ത് വരുന്ന പ്രശ്നങ്ങളാണ് ഇത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ ഒരു കൃത്യമായ പ്രോംപ്റ്റ് നൽകുമ്പോൾ കൃത്യമായ മറുപടികൾ, അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ, അതനുസരിച്ചുള്ള പ്രതികരണങ്ങൾ എയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതേസമയം ഒരു ഓർഗനൈസർ നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കൺട്രോളർ എന്ന നിലയ്ക്ക് മനുഷ്യൻ്റെ ഭാഗത്ത് വരുന്ന വീഴ്ചകളാണ് മനുഷ്യനെതിരെ തിരിയുന്നത്. അല്ലെങ്കിൽ എയുടെ റിസൾട്ടുകൾ നെഗറ്റീവായിട്ട്, അത് ഒരു എയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് റിസൾട്ടുകളാണ്, അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള റിസൾട്ടുകളാണ്. പക്ഷേ നമ്മുടെ പ്രോംപ്റ്റുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിങ്ങിൽ തെറ്റുപറ്റുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതേസമയം അതിനൊരു പരിഹാരം എന്നോണം നമുക്ക് എന്ത് ചെയ്യാം, ഈ AI ഉപകരണങ്ങളെ അല്ലെങ്കിൽ AI ടൂളുകൾ, എല്ലാ സാധനങ്ങളെയും അവയുടെ അല്ലെങ്കിൽ അവയെ നിർമ്മിച്ചിട്ടുള്ള അവയുടെ മെത്തേഡുകൾ, അവയുടെ ഒരു സിസ്റ്റങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ വളരെ അനുകൂലമായിട്ട് മനുഷ്യരാശിക്ക് അനുകൂലമായിട്ട് AI ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ റീസൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്, മനുഷ്യന് റീസൺ ഉണ്ട് എന്നുള്ളത്. അപ്പം ഈ റോബോട്ടുകൾക്ക് റീസൺ അഥവാ ചിന്താശേഷി ഇല്ല എന്നുള്ളൊരു ചോദ്യമാണല്ലോ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടായി വരുന്നത്. അപ്പോൾ റീസൺ എന്നതിന് അഥവാ അഖിൽ എന്നതിന് പണ്ഡിതന്മാർ നൽകുന്ന ഒരു ഗ്രാമാറ്റിക്കൽ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, അൽ അൻബാരി എന്ന ഒരു നഹ്വി പണ്ഡിതൻ പറയുന്നത് അത് ബന്ധിപ്പിക്കാനുള്ളൊരു കയറുകൊണ്ട് കെട്ടുക എന്നുള്ളതാണ്. അഥവാ അഖൽത്തുൽ ബഈറ എന്ന് പറഞ്ഞാൽ അത് ഒക്കാൽ അല്ലെങ്കിൽ യക്കാൽ എന്ന് പറഞ്ഞ ഒരു കയറുകൊണ്ട് കെട്ടി എന്ന അർത്ഥമാണ് അദ്ദേഹം നൽകുന്നത്. ഇനി സാലബി ഇമാം എന്നിവർ പറയുന്ന ഒരു ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, അഖൽ എന്ന് വെച്ചാൽ അൽ മനഉ എന്നുള്ളതാണ്. അഥവാ പ്രിവെൻറ്റ് ചെയ്യുക, തടഞ്ഞു നിർത്തുക എന്നുള്ളൊരു അർത്ഥമാണ്. അഥവാ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ബാഡ് തിങ്ങിലേക്ക്, ചീത്ത കാര്യത്തിലേക്ക് പോകുന്നതിനെ തൊട്ട് തടഞ്ഞു നിർത്തുക എന്നുള്ള അർത്ഥമാണ് അഖൽ എന്നതുകൊണ്ട് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് അഖൽത്തു നാഖത്ത എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും പോകുമോ എന്നുള്ളതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ്. അതായത് കേവലം കയറുകൊണ്ട് കെട്ടുക എന്നതിനപ്പുറം ഒരു കാര്യത്തെ നന്മയിലേക്ക് ബന്ധിപ്പിച്ച് നിർത്തുക എന്നുള്ളൊരർത്ഥം. അതുപോലെ അഖയിൽ എന്നതിന് അദ്ദേഹം നൽകുന്ന അർത്ഥം കൺട്രോളർ എന്നുള്ളതാണ്. ഇനി ഇബ്നുൽ ജൗസി എന്നവർ തൻ്റെ അദ്കിയ എന്ന പ്രസിദ്ധമായ കിതാബിൽ ഈ അഖിൽ എന്നതിന് 4 ഡെഫിനിഷൻ നൽകുന്നുണ്ട്. ഒന്ന് വേർതിരിച്ചറിയുക എന്നുള്ളതാണ്. അഥവാ നന്മയേത് തിന്മയേതെന്ന് വേർതിരിച്ചറിയുക എന്നതിൻ്റെ ഒരു വേർഡാണ് അഖിൽ എന്നുള്ളത്. മറ്റൊന്ന് ഇൽമുൽ ളറൂറാണ്, അഥവാ അനിവാര്യമായൊരു അറിവ്, ഒരാൾക്ക് ബേസിക്കായിട്ടുണ്ടായിരിക്കേണ്ട ഒരു അറിവാണ് എന്നർത്ഥം നൽകുന്നു. മറ്റൊന്ന് ഒരാൾ പുതുതായി ആർജിച്ച അറിവാണ്, അഥവാ ഒരു മനുഷ്യൻ്റെ ജീവിത ഗന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നേടിയെടുക്കുന്ന ഒരറിവ്. നാലാമതായിട്ട് അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അഥവാ മനുഷ്യൻ്റെ ഇച്ഛകളെ അഥവാ ഹവയെ നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു എലമെൻ്റാണ് അഖിൽ എന്നുള്ളതാണ്. അഥവാ ബേസിക്കലി അതിൻ്റെ ഒരു കൺക്ലൂഷനായി പറയുന്നത് നോയിങ് ഗുഡ് ആൻഡ് ബാഡ്, അഥവാ നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ളൊരു കഴിവ് എന്നതിനാണ് അഖിൽ എന്ന് പറയുക. അപ്പോൾ അഖിൽ അഥവാ റീസൺ എന്നുള്ളത് ഈ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴാണ് അത് AIക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതിൻ്റെ കോമ്പറ്റൻസ് അഥവാ അത് മനുഷ്യനുമായിട്ട് മത്സരിക്കുമ്പോൾ അതിൻ്റെ കഴിവാണോ മനുഷ്യൻ്റെ കഴിവാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ അതിൻ്റെ കൺവേർജൻസ്, അത് മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഡൈവർജൻസ്, അതേ മനുഷ്യനുമായി എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് നോക്കാം. അതായത് ഇതിൻ്റെ കോമ്പിറ്റൻസും ഡൈവേർജൻസും ഒക്കെ പറയുമ്പോൾ പ്രധാനമായി AI ആണോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ റീസണിങ് ആണോ, ഏതാണ് ഉയർന്നു നിൽക്കുന്നത് എന്നുള്ള തരത്തിൽ 3 പ്രധാനപ്പെട്ട ചർച്ചകളുണ്ട്, അല്ലെങ്കിൽ 3 സിദ്ധാന്തങ്ങൾ, 3 രീതിയിലുള്ള അപ്രോച്ചുകളുണ്ട്. ഇതിലൊന്നാണ് ഇക്വലൻസ് തിയറി, മറ്റൊന്ന് ഹ്യൂമൻ റീസൺ സുപ്രീമസി തിയറി, മറ്റൊന്ന് AI സുപ്പീരിയോറിറ്റി തിയറി. അതിൽ ഇക്വലൻസ് തിയറി പറയുന്നത്, ഇക്വലൻസ് തിയറി ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയും അല്ലെങ്കിൽ മനുഷ്യൻ്റെ റീസണും AIയും ഒരേപോലെ തന്നെയാണ്. അതിൽ ഒന്ന് പൊന്തി നിൽക്കുക മറ്റേ താഴ്ന്നു നിൽക്കുക എന്ന അവസ്ഥയൊന്നുമില്ല. രണ്ടും ഒരേ രൂപത്തിൽ തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ള തരത്തിലാണ്. ഒരു സൈക്കോളജിസ്റ്റായിട്ടുള്ള ജോർജ് മില്ലർ, അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമുണ്ട് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി. അദ്ദേഹം ആ തിയറിയിൽ പറയുന്നത് കമ്പ്യൂട്ടർ പോലെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സ്, ഒരു മനുഷ്യൻ്റെ ഇൻ്റലക്റ്റ് എന്നുള്ളതൊക്കെ. അതിലേക്ക് ഇൻപുട്ട് നൽകുക,
അപ്പോൾ അതിനകത്ത് പ്രോസസ്സിങ് നടന്ന് പുറത്തേക്ക് ഔട്ട്പുട്ട് വരും. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് മനുഷ്യൻ്റെ മനസ്സും പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത. അതിൽ നിന്നിട്ടാണ് ഈ ഇക്വലൻസ് തിയറി ഇവോൾവ് ചെയ്തു വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇപ്പോൾ റീസൺ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷനും ലോജിക്കും കൂടി ചേർന്ന ഒന്നാണ്. കമ്പ്യൂട്ടേഷനും ലോജിക്കും കൂടി ചേർന്നാൽ റീസൺ ആവും. അപ്പോൾ ഒരു AI-ക്ക് ഈ ഒരു അവസ്ഥ കമ്പ്യൂട്ടേഷനും ലോജിക്കും കൂടി കൂട്ടിച്ചേർക്കാൻ സാധിച്ചാൽ അതും ഈ റീസണും ഒരേ രൂപത്തിൽ തന്നെയാണ് വരിക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ വാദങ്ങൾ. ഇവർ അങ്ങനെയാണ് പറയാറുള്ളത്. അതേപോലെ തന്നെ AI-ക്ക് പഠിക്കാൻ കഴിയും, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാനും പ്രഡിക്റ്റ് ചെയ്യാനൊക്കെ കഴിയും. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അടിസ്ഥാനപരമായി മനുഷ്യനും സാധിക്കുക എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകളാണ് ഇക്വലൻസ് തിയറിയിൽ പറയുന്നത്. അടുത്തത് AI സുപ്പീരിയോറിറ്റി തിയറി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പേരിൽ നിന്ന് മനസ്സിലാകുന്ന പോലെ തന്നെ അവിടെ AI-ക്കാണ് കൂടുതൽ പവർ. ആ രൂപത്തിലുള്ള ചിന്താഗതിയൊക്കെയാണ് AI സുപ്പീരിയോറിറ്റി തിയറി. AI സുപ്പീരിയോറിറ്റി തിയറി അതായത് നമ്മൾ സാം ആൾട്ട്മാനും അതേപോലെ എലോൺ മസ്കൊക്കെ അവരുടെയൊക്കെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അവരുടെ സംസാരങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അവരൊക്കെ ഈ ഒരു വീക്ഷണത്തിലൂടെയാണ് കാണുന്നത്. സാം ആൾട്ട്മാൻ അതിനെ നോക്കി കാണുന്നത് ഇത് വരും കാലത്ത് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ മനുഷ്യ സമൂഹത്തിൽ പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ കഴിയും, കൂടുതൽ ക്രിയേറ്റീവായി മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. ഈ രൂപത്തിലാണ് സാം ആൾട്ട്മാൻ നോക്കി കാണാറുള്ളത്. എലോൺ മസ്ക് നേരെ തിരിച്ചാണ്. അദ്ദേഹം നോക്കി കാണുന്നത് വളരെ വലിയ ഡേഞ്ചറാണ് മനുഷ്യന് വരാൻ കഴിയുക എന്നുള്ള തരത്തിലാണ്. അപ്പോൾ അത് ഒരു സൂപ്പർ ഇൻ്റലിജൻസ് രൂപത്തിലേക്കൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നാലാണ് ആ ഒരു രൂപമൊക്കെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യൂ ആണ് നമ്മുടെ AI-ക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ടുള്ള AI സുപ്പീരിയോറിറ്റി തിയറി. അതായത് മനുഷ്യൻ്റെ ചിന്ത എന്നുള്ളത് ലിമിറ്റഡാണ്, ബയോളജിക്കലി ലിമിറ്റഡാണ്. AI-ക്ക് അങ്ങനെ ഒരു ലിമിറ്റില്ല. അതേപോലെ തന്നെ മനുഷ്യന് ഇമോഷൻസ് ബാധിക്കും. മനുഷ്യന് ആകുമ്പോൾ ബയാസുകളുണ്ടാവും. പിന്നെ അതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ ചില കുറവുകൾ മനുഷ്യനുണ്ട്. ഇമോഷൻസിനെ ഇവിടെ ഒരു നെഗറ്റീവായിട്ടാണ്, നെഗറ്റീവ് എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ അതായത് പുരോഗതിക്ക് ഒരു നെഗറ്റീവായിട്ടാണ് പറയുന്നത്. റീസൺ ഉണ്ടാകുമ്പോൾ മനുഷ്യന് ഇമോഷൻ ബന്ധപ്പെട്ട് വളർച്ച തടയും എന്നുള്ള രൂപത്തിലാണ് വിശദീകരണങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒന്നാണ് AI സുപ്പീരിയോറിറ്റി തിയറി. ഇനി മറ്റൊന്ന് സ്വാഭാവികമായും ഹ്യൂമൻ റീസൺ സുപ്രീമസിയാണ്. മനുഷ്യൻ്റെ റീസണാണ് കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്. അതിനാണ് എത്ര AI വളർന്നാലും മനുഷ്യൻ്റെ ഒരു റീസൺ അതിനെ അതിജയിക്കാൻ അല്ലെങ്കിൽ അതിനൊക്കെ മറികടന്ന് ലോകത്ത് അപകടം വിതച്ച് കളയാൻ ഒരിക്കലും AI-ക്ക് സാധിക്കുകയില്ല എന്നുള്ള ഒരു വീക്ഷണമാണ് ഹ്യൂമൻ സുപ്പീരിയോറിറ്റി തിയറി, ഹ്യൂമൻ ഇൻ്റലിജൻസ് സുപ്പീരിയോറിറ്റി തിയറി. അതായത് മനുഷ്യന് കോൺഷ്യസ്നെസ് ഉണ്ട്, മനുഷ്യന് അതേപോലെ മനസ്സിലാക്കാൻ കഴിയും, മനുഷ്യനെ അതേ മീനിങ്ങുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും, എത്തിക്സ് ഉണ്ട്, അതേപോലെ മൊറാലിറ്റി ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ലോകത്ത് ഒരു തകർച്ച സംഭവിക്കാതെ കൊണ്ടുപോകണമെങ്കിൽ മനുഷ്യൻ്റെ റീസൺ അത് തന്നെയാണ് സുപ്രീമായിട്ട് നിൽക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെയാണ്. അപ്പോൾ അതിന് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നമ്മൾ ജിയോസെൻട്രിക് ആയിട്ടുള്ള ലോകവീക്ഷണം, അതായത് ആദ്യകാലത്ത് ഭൂമിയാണ് സെൻറ്റർ എന്നുള്ള രൂപത്തിലുള്ള ലോകവീക്ഷണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടം വെച്ച് നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ AI-നോട് ഇങ്ങനെ അല്ലാത്തൊന്ന് ഉണ്ടോ, ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചാൽ ഒരിക്കലും അങ്ങനെ ഇല്ല എന്നുള്ള തരത്തിലുള്ള ഔട്ട്പുട്ടാണ് ലഭിക്കുക. എന്നാൽ അവിടുന്ന് മറികടന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് ചിന്തിച്ച് ഗലീലിയോ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുകയും നിരീക്ഷണങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തപ്പോഴാണ് മറ്റൊരു ലോകവീക്ഷണം സാധ്യമായി വന്നത്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് മുൻകാലത്തുള്ള ഡാറ്റാസ് ശേഖരിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഭാവിയിലേക്ക് പ്രഡിക്റ്റ് ചെയ്യുക, ഈ കാര്യങ്ങൾ മാത്രമാണ് AI ചെയ്യുന്നത്. പുതിയ ഒരു നൊവാലിറ്റി അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ഐഡിയകൾ ഇതൊന്നും യഥാർത്ഥത്തിൽ AI-ക്ക് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കില്ല. അതിന് മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, ഇപ്പോൾ റൈറ്റ് സഹോദരന്മാർ വിമാനം പറത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെയും മൊത്തത്തിലെ ഫിസിക്സ് തന്നെ പരിശോധിച്ചാൽ മനുഷ്യന് ഇത്തരത്തിലൊരു ആയുധം ഉണ്ടാക്കി പറക്കാൻ കഴിയില്ല എന്നായിരിക്കും
AI സാധ്യതകൾ പറയുക. എന്നാൽ നേരെ മറിച്ച് അതിനപ്പുറത്തേക്ക് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി പുതിയ ഇന്നോവേഷൻസ് നടത്തി പരീക്ഷണങ്ങളും മറ്റു തലത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ സാധ്യമാകുന്നത്. അപ്പോൾ ഈ തരത്തിലാണ് AI-യേക്കാളും ഉയർന്നിട്ടാണ് മനുഷ്യൻ്റെ റീസൺ നിൽക്കുന്നത് എന്നുള്ള ഈ ഒരു വ്യൂ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട 3 വ്യൂ പോയിന്റുകളാണ് ഇതിൽ രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഏത് സ്റ്റാൻഡ് എടുക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യമായിട്ട് AI-യും അതുപോലെ ഹ്യൂമൻ റീസണും ഇതിന് സെയിം പൊട്ടൻഷ്യലാണ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ്. അതിൽ ഇവിടെ ജോർജ് മില്ലർ, ഫാദർ ഓഫ് കോഗ്നിറ്റീവ് സയൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ജോർജ് മില്ലറിനെ ഇവിടെ സുഹൃത്ത് ഉദ്ധരിച്ചു. അതുപോലെ അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ നമുക്കറിയാം. അതായത് ഒരു ഔട്ട്പുട്ട് മനുഷ്യൻ നൽകുമ്പോൾ അതേ ഇൻപുട്ടാണ്, അതായത് ഒരു ഔട്ട്പുട്ട് നൽകി അതിലൂടെ ഒരു ഇൻപുട്ട് നൽകി അതുപോലെ അതിലൂടെ ഒരു ഔട്ട്പുട്ട് നൽകലാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ പണി അല്ലെങ്കിൽ ഒരു AI-ൻ്റെ പണി എന്നുള്ളത്. അതുപോലെയാണ് മനുഷ്യൻ്റെ റീസണും വർക്ക് ചെയ്യുക എന്നുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ അറ്റ്കിൻസൺ അതുപോലെ ഷിഫ്രിൻ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്നത്. അതാണ് ഒന്നാമത്തെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്നുള്ളത്. രണ്ടാമത്തെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഇവിടെ രൂപപ്പെട്ട് വന്നിരിക്കുന്നത് AI ആണ് മനുഷ്യബുദ്ധിയേക്കാൾ വളരെ മികവുറ്റത്, പ്രൊമിനൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. അതിന് ഇവിടെ ഇവർ പറഞ്ഞ കാരണങ്ങൾ AI-ക്ക് ഒരുപാട് ഡാറ്റകൾ ആക്സസ് ചെയ്യാൻ പറ്റും, അതുപോലെ അത് ഈസിലി ആക്സസിബിളാണ്. നമുക്ക് ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡാറ്റാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളതൊരു ഹ്യൂമൻ ലൈബ്രറിയിൽ പോയിട്ട് റിസർച്ച് ചെയ്ത് ഒരുപാട് സമയം എടുക്കുന്നതിന് പകരം AI നമുക്ക് സെക്കൻഡ്സുകൾ കൊണ്ട് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് AI നമുക്ക് ഡാറ്റാസ് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യൂ പോയിൻ്റ് നോക്കുമ്പോൾ AI മനുഷ്യൻ്റെ റീസണിനേക്കാൾ മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ളൊരു വ്യൂ പോയിൻ്റ്. ഇനി അവസാനമായിട്ട് മനുഷ്യൻ്റെ റീസണാണ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനേക്കാൾ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് ഇവിടെ പ്രധാനപ്പെട്ട പറഞ്ഞൊരു പോയിൻ്റ് എന്നുള്ളത് ശരിയെയും തെറ്റിനെയും കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു പോയിൻ്റാണ്. അതുപോലെ AI എന്നുള്ളത് പ്രഡിക്ഷനുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മൾ ഒരു ഡാറ്റ കൊടുക്കുമ്പോൾ അത് ഇന്ന ഔട്ട്പുട്ട് തരും എന്നുള്ളത് നമുക്കറിയാം, അത് പ്രഡിക്റ്റബിളാണ്. അതുപോലെ നോവൽറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പോയിൻറ്റും പറഞ്ഞു. നമ്മൾ AI എന്നുള്ളത് ഇപ്പോൾ ഈ ChatGPT ഇറങ്ങുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇത് ഇത്ര സമയത്തേക്കുള്ള ഡാറ്റ മാത്രമേ ഇതിൽ ആക്സസിബിൾ ആവുള്ളൂ എന്നുള്ളത്. അപ്പോൾ കാലങ്ങളിൽ ആയിട്ട് എത്ര ഡാറ്റ ഉണ്ട് എന്നുള്ളത്, ഇപ്പോൾ ഇവിടെ ജിയോസെൻട്രിക് ആയിട്ടുള്ളൊരു വേൾഡ് വ്യൂ, ആ വേൾഡ് വ്യൂ ചർച്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു വേൾഡ് വ്യൂവിൽ നിന്ന് ആ സമയത്താണ് AI എന്നുള്ളൊരു മോഡൽ ആ സമയത്ത് AI ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡാറ്റയാണ് AI തരുള്ളൂ. ഇവിടെ മോഡേൺ സയൻസിൻ്റെ സൂര്യനുമായി ബന്ധപ്പെട്ട എർത്തുമായി ബന്ധപ്പെട്ട പുതിയ വീക്ഷണങ്ങൾ AI അപ്പം തരില്ല, അത് മനുഷ്യർ കണ്ടെത്തണം എന്നുള്ളതാണ്. അതവിടെയാണ് മനുഷ്യൻ്റെ റീസൺ ഡൈവർജൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ള വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അങ്ങനെ 3 പോയിൻ്റാണ് ഇവിടെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവിടെ AI ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു അതിന് ശരിയെയും തെറ്റിനെയും കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് AI എന്നുള്ളത്. നമുക്കറിയാം യൂറോപ്പിൻ്റെ പ്രൊജക്റ്റുകളെല്ലാം അതിനൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. നിയോ കൊളോണിയൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലൂടെയാണ് യൂറോപ്പിൻ്റെ തിയറീസുമൊക്കെ കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ടെക്നോളജി എന്നുള്ള ഒരു പ്രോസസ്സ് യൂറോപ്പ് കണ്ടെത്തുമ്പോൾ അതിന് മുമ്പ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക് മിഡിൽ ഏജിൽ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഉണ്ടാവാത്ത ആക്രമണങ്ങളും ഭീകരാക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത് യൂറോപ്പ് അമേരിക്ക പുതിയ വേൾഡ് സെൻട്രിക് വ്യൂകൾ കൊണ്ടുവരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് പുതിയ തിയറീസ് ഡെവലപ്പ് ചെയ്യുകയും അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി തിയറീസിനെ ഉപയോഗിക്കുകയും ടെക്നോളജിയെ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ എങ്ങനെ മനുഷ്യർ ഇതിനൊക്കെ അടിമപ്പെട്ടു എന്ന് ചോദിച്ചാൽ മനുഷ്യർ, അതായത് AI ടെക്നോളജി എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് വളരെ ഈസിലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന
ഒരുപാട് പണിയൊന്നും എടുക്കണ്ട. അപ്പോൾ അതിൽ ആകർഷിതമായിട്ടുള്ള ഒരു വേൾഡ് വ്യൂ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചർച്ച ഇനി അടുത്തതായിട്ട് വരുന്നത് AI അതുപോലെ ഹ്യൂമൻ റീസൺ, ഇതിൻ്റെ എത്തിക്സ് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ AI ഈവൻ ഫലസ്തീൻ ഗാസ വാറിൽ പോലും ലാവൻഡർ എന്ന് പറയുന്ന ഒരു AI സിസ്റ്റം കൃത്യമായും മനുഷ്യന്മാരെ, ചിൽഡ്രൻസിനെ ലക്ഷ്യമിടാൻ വേണ്ടി ഒരു AI ടെക്നോളജി യൂസ് ചെയ്യണം. അതാണ് ലാവൻഡർ ടെക്നോളജി AI എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യുദ്ധങ്ങളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരെ കൊല്ലാൻ വേണ്ടി AI ഉപയോഗിക്കുന്നു. അപ്പോൾ AIക്ക് കൃത്യമായിട്ടുള്ള എത്തിക്സ് ഉണ്ടോ, അതോ ഹ്യൂമൻ റീസണുമായി നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. AIക്ക് മനുഷ്യൻ ഡീൽ ചെയ്യുന്ന തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു സ്കോളർ പഠനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എവിഡൻസ് ഞാൻ ഏറ്റവും അവസാനം പറയാം. അതിന് മുമ്പ് ഇവിടെ മനുഷ്യനിൽ നിന്ന് AI ഡൈവേർജായി നിൽക്കുന്ന കുറച്ച് സ്ട്രോക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ആ ഒരു ഏരിയകൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഒന്നാമതായിട്ട് നമ്മൾ സനദ് എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. മനുഷ്യന് ഒതൻറ്റിക് ആയിട്ടുള്ള നോളജ് ഷെയർ ചെയ്യാനും കീപ്പ് ചെയ്യാനും പറ്റുന്നു എന്നുള്ള ഒരു വിഷയമുണ്ട്. അത് ഇസ്ലാമിക് ഏരിയയിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയുന്നതാണ്. അതുപോലെ മറ്റുള്ള വിജ്ഞാന ജനറേഷനിൽ നിന്ന് കൈമാറുന്ന സംവിധാനത്തിലും ഈ മനുഷ്യന് ഒതൻറ്റിക്കായിട്ട് വിജ്ഞാനം കൈമാറാനുള്ള ഒരു ശേഷിയുണ്ട്. പിന്നീട് മുന്നോട്ട് വെക്കപ്പെടുന്ന ഒരു ആശയം എന്നുള്ളത് അഖൽ ഈസ് എ ഫാക്കൽറ്റി ഓഫ് സോൾ എന്നുള്ളതാണ്. അത് ആ മനുഷ്യൻ്റെ ആത്മാവിൽപ്പെട്ടൊരു അംശമാണ് അഖൽ എന്നുള്ളതാണ്. ഈ അവസരത്തിൽ സോള് അഥവാ ആത്മാവ് എന്നുള്ളൊരു വിഷയം തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ്. വിശുദ്ധ ഖുർആന് സൂറത്തുൽ ഇസ്രായിൽ 85-ാം വാക്യമായിട്ട് പറയുന്നത് റൂഹിനെ കുറിച്ച് ഒരു നല്ലൊരു ഡെഫിനിഷൻ അവിടെ നൽകുന്നുണ്ട്. വയസ്അലൂനക അനി റൂഹി ഖുലി റൂഹ് മിൻ അംരി റബ്ബി വമാ ഊതീതു മിൻ ഇൽമിൻ ഇല്ലാ ഖലീല. അഥവാ സോൾ എന്നുള്ളത് തീർച്ചയായിട്ടും വ്യത്യസ്ത തരം സ്കോളേഴ്സ് ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഡെഫിനിഷൻ രൂപപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇത് ഏത് അറ്റത്ത് കൊണ്ടുപോയി മുട്ടിക്കണമെന്ന് പലർക്കും വ്യക്തമായിട്ടില്ല. അപ്പോൾ ഇത് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു ചോദ്യമായതിനാൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു ഉത്തരം അത് മനുഷ്യന് അത് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ഏരിയയിലാണ് അത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ആത്മാവുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുന്നതിനാൽ ഇത് AIക്ക് ആത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് അതിന് റീസണിങ് മനുഷ്യനെ കവച്ചു വെക്കുമോ എന്നുള്ള സ്വാഭാവികമായിട്ടും ചിന്തയിലേക്ക് കടക്കേണ്ടി വരുന്നത്. അതുപോലെ അറബിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈൻഡ് അഥവാ ബന്ധപ്പെട്ട് കിടക്കുക എന്നൊരു അർത്ഥം അക്കലിനുണ്ട്. അപ്പോൾ ഇത് മുന്നോട്ട് വെക്കുന്നത് ഗുഡ്നെസ്സുമായി അഥവാ നന്മയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക എന്നുള്ളതാണ്. ഈ നന്മയ്ക്കാണ് നമ്മൾ മൊറാലിറ്റി എത്തിക്സ് എന്നെല്ലാം പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ബന്ധം AIക്കുണ്ടോ എന്നുള്ളിടത്ത് AI പിന്നിലായി പോകുന്നു എന്നുള്ളൊരു ചിന്ത AIയും മനുഷ്യനും ഡൈവേർജ് ആകുന്നു എന്നുള്ള എന്ന ചർച്ചയിൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഫിത്ര എന്നുള്ളത്. ഇവിടെ പറയുന്നൊരു ആശയം റീസൺ കണക്റ്റഡ് വിത്ത് ഫിത്ര എന്നുള്ളതാണ്. അഥവാ ഒരു കാര്യത്തെ അതിൻ്റെ വ്യത്യസ്ത ഏരിയകളിൽ നിന്ന് ചിന്തിക്കുക എന്നുള്ളത് ഫിത്രത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയതാണ് ഒരു മനുഷ്യൻ ബേസിക്കലി ഗോഡ് ഉണ്ട് എന്ന് ചിന്തിക്കും. അത് പിന്നീടാണ് ഒരു പക്ഷേ പ്രകൃതി എന്നോ അല്ലെങ്കിൽ സ്നേഹമെന്നോ അല്ലെങ്കിൽ വ്യത്യസ്ത ഇസ്ലാമിൽ നിന്ന് വിഭിന്നമായ ആശയങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അഥവാ ബേസിക്കലി ഒരു ട്രൂത്തിലേക്ക്, ഒരു സത്യത്തിലേക്ക് അഥവാ അള്ളാഹു എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് മനുഷ്യൻ ബേസിക്കലി ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മനുഷ്യൻ്റെ ഫിത്രത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫിത്രത്തിൽ തന്നെ മനുഷ്യന് റീസണിങ് ഉണ്ട് എന്നാണ് നമുക്കിതിൽ മനസ്സിലാകുന്നത്. അഥവാ ബയസ്ലെസ് ആയിട്ട് വേറൊരു സൈഡിലേക്കോ അല്ലെങ്കിൽ പക്ഷപാതിത്വം ഇല്ലാതെ ചിന്തിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഇതിൽ മനസ്സിലാകുന്നത്. പിന്നീട് വ്യത്യസ്ത ഏരിയകളിലേക്ക്, പക്ഷങ്ങളിലേക്ക് ചേരുന്നത് പിന്നീടുള്ള ഇൻഫ്ലുവൻസ് ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നുള്ള ഏതൊരു AI പ്ലാറ്റ്ഫോമുകളും അതിൻ്റേതായ ഒരു പക്ഷമുണ്ട്. നമ്മൾ എത്ര ചോദ്യം ഏത് പ്ലാറ്റ്ഫോമിനോട് ചോദിക്കുകയാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ അതിന് പക്ഷപാതരഹിതമായി ആൻസർ പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനെ ബയസ്ലെസ് അല്ല അഥവാ ഫിത്രത്തിൽ
ഫിത്രത്തല്ല എന്ന് പറയാൻ പറ്റും. അതിനാൽ ആ റീസണിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അതിൻ്റെ ഫിത്രത്തിലില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓസ്ട്രേലിയക്കാരിയായിട്ടുള്ള ഒരു കേറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അവർ ഈ എഐയുടെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടുള്ള അതിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. അവർ പറയുന്നത് ഒരു എഐയുടെ എത്തിക്സ് എന്നുള്ളത് അത് ബിൽഡ് ചെയ്യുന്ന സൊസൈറ്റിയുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആരാണോ അതിനെ ഉണ്ടാക്കിയിട്ടുള്ളത് അയാളുടെ എത്തിക്സ് ആണ്, അയാൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന എത്തിക്സ് ആണ് ഈ എഐയുടെയും എത്തിക്സ് എന്നുള്ളതാണ്. അപ്പോൾ എഐക്ക് ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഫിത്രത്ത് ആ സാധനങ്ങളില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരാൾ ഒരു എഐനെ ഏത് പർപ്പസിലാണോ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ഇസ്രായേൽ ഒരു അഡൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിന് താഴെയുള്ള കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കൊലപാതകം ചെയ്യുമ്പോൾ അത് എഐനെ അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഴി ചാരേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം അത് ബിൽഡ് ചെയ്യുന്ന ആളുകൾ, അത് ഉണ്ടാക്കുന്ന ആളുകൾ, അവരുടെ പർപ്പസ്, അവർ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണോ അതിനനുസരിച്ചിട്ടാണ് ഇവരുടെ എത്തിക്സുകൾ, എഐയുടെ എത്തിക്സുകൾ മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചർച്ച വേറെ രീതിയിലേക്ക് പോവാണ്. അതായത് നേരത്തെ നമ്മൾ എഐക്ക് ബയാസ് ഉണ്ടാവില്ല, അതാണ് ഒരു ക്വാളിറ്റി ആയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ആ പോയിൻ്റ് വിടുകയാണ്. അതായത് എഐക്ക് ബയാസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം എഐ ക്രിയേറ്റ് ചെയ്തത് മനുഷ്യന്മാരാണ്, മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ടും ബയാസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചർച്ചയിൽ ചുരുക്കി പറയുകയാണെങ്കിൽ എത്തിക്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അക്ലിനാണ് ഇവിടെ കൂടുതൽ സ്ഥാനം എന്നുള്ളതാണ്. നമുക്കിനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് അടുക്കാം. റിലീജിയൻ എങ്ങനെയാണ് എഐയെയും അതുപോലെ ഹ്യൂമൻ റീസണിനെയും കാണുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത് യുവൽ നോവ ഹരാരിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, എഐനെ കുറിച്ചുള്ള അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം. അപ്പോൾ അതിൽ അദ്ദേഹം വരും കാലഘട്ടത്തിലുള്ള എഐൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. ലോകത്ത് ഏറ്റവും വലിയ 3 ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള മതങ്ങൾ, ഒന്ന് ഇസ്ലാമാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനിറ്റി, ഒന്ന് ജൂതായിസം. അപ്പോൾ ഈ 3 മതങ്ങളുടെ ഗ്രന്ഥങ്ങളും ആ ഗ്രന്ഥങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ മതങ്ങളും മതനിയമങ്ങളൊക്കെ നിലവിലുള്ളത്. അപ്പോൾ വരും കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മളെ ഖുർആൻ തന്നെ എടുത്തു നോക്കിയാൽ ഒരുപാട് തഫ്സീറുകൾ, ആ തഫ്സീർ എഴുതിയ മുഫസ്സിറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാവുക. അതേപോലെ തന്നെ ആ ഒരു മുഫസ്സിറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജി ഏതാണോ അതിൽ ഇൻഹറൻ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ വരും കാലഘട്ടങ്ങളിൽ എഐ കൂടുതൽ വികസിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മതഗ്രന്ഥങ്ങളൊക്കെ എഐൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് വ്യാഖ്യാനിക്കൽ തുടങ്ങും. എന്ന് മാത്രമല്ല, അത് നമ്മളറിയാതെ, മനുഷ്യരെ അറിയാതെ മനുഷ്യരിലേക്ക് ആ വിവരങ്ങൾ എത്തിച്ചേരും സോഷ്യൽ മീഡിയ വഴി. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒരു ഉദാഹരണം മാത്രം പറയുകയാണെങ്കിൽ, ഇപ്പോൾ അവസാനം ട്രംപ് അധികാരത്തിലേറിയത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടാണ്. ഒരു 10 പോഡ്കാസ്റ്റുകളിലൂടെ വളരെ ഡയറക്റ്റ് അല്ലാതെ ആളുകളെ സ്വാധീനിക്കുന്ന പല മാർഗങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു കണക്കൊക്കെ വന്നിരുന്നു, ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന ഇത്ര % പെൺകുട്ടികളെ ഞങ്ങൾക്ക് നേരിട്ട് സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ ആ രൂപത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അത്തരത്തിൽ മതഗ്രന്ഥങ്ങളെ എഐ വ്യാഖ്യാനിച്ച് മനുഷ്യഗ്രന്ഥങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കാലം വരാനിരിക്കുന്നു എന്നുള്ളൊരു സംസാരം യുവൽ നോവ ഹരാരി പറയുകയുണ്ടായി. അപ്പോൾ ഇനി എഐ ഏത് രൂപത്തിലാണ് ഇവിടെ സ്വാധീനം ചെലുത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല. ഇപ്പോൾ എഐൻ്റെ ഇനി വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട രൂപങ്ങളാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്നുള്ളത്. അതിൽ മനുഷ്യൻ്റെ അതേ തലത്തിലേക്ക് എഐ ഉയരും, മനുഷ്യൻ ചെയ്യുന്ന അതേപോലെ എഐ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള തലത്തിലാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിലും കുറച്ചുകൂടെ അപ്ഡേറ്റായി സൂപ്പർ ഇൻ്റലിജൻസ് എന്നുള്ള തലത്തിലേക്ക് എഐ വളർന്നാൽ മനുഷ്യൻ്റെ ഇൻ്റലിജൻസിനേക്കാളും എഐക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള തരത്തിൽ ഒരുപാട് ഈ മേഖലയിൽ പ്രശസ്തരായ ആളുകൾ സംസാരിക്കുന്നത് നാം നേരത്തെ ഇപ്പോൾ എലോൺ മസ്കിനൊക്കെ മെൻഷൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുപോലത്തെ ആളുകൾ ധാരാളമായിട്ട് പറയാറുണ്ട്. അപ്പോൾ
മതത്തെ സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോൾ തന്നെ അല്ലാതെ എല്ലാ കാര്യങ്ങളെയും എ ഐ ഭാവിയിൽ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായും അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, വിഷയം ഡ്രൈ ആവുന്നുണ്ടോ, ബോറടിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ എ ഐയും അതുപോലെ ഹ്യൂമൻ റീസണും നമ്മൾ ചർച്ചയുടെ അവസാനത്തിലേക്ക് വരികയാണ്. 8 മണിക്ക് നമ്മൾ തുടങ്ങി 9 മണിക്ക് നമ്മൾ അവസാനിപ്പിക്കും. 1 മണിക്കൂറാണ് ഇവിടെ ഇതിന് അനുഭവിച്ച സമയം എന്നുള്ളത്. അപ്പോൾ എ ഐയും അതുപോലെ ഹ്യൂമൻ റീസണും ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഇതാണ് നമ്മുടെ ഇതിലുമായി ബന്ധപ്പെട്ട അവസാനത്തെ ചർച്ച. അപ്പോൾ ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. നമുക്ക് അതായിട്ട് ഇവിടെയൊക്കെ ഉദ്ധരിച്ച യുവൽ നോഹ ഹറാരി, അദ്ദേഹം ഒരു ഹിസ്റ്റോറിയനാണ്. ഈ എ ഐയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നോളജ് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം നോളജ് ഡെവലപ്പ് ചെയ്താണ്. ഒരു അക്കാഡമിക് ഫീൽഡിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് അഭിപ്രായം നമുക്ക് കണ്ടറിയാം. ഒരു ചെറിയ ടെക്നിക്കൽ പ്രശ്നമുണ്ട്, അപ്പോൾ സൗണ്ട് മാത്രം കേൾക്കാം.
അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എ ഐ നമ്മളൊക്കെ, ഇദ്ദേഹം ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവ് കൊണ്ടുനടക്കുന്ന ആളാണ്. അപ്പോൾ എ ഐ നമ്മളൊക്കെ മറികടന്നുകൊണ്ട് പുതിയ സ്പീഷീസായിട്ട് എ ഐ വരുന്നുള്ളതാണ്. അദ്ദേഹം എ ഐക്ക് പകരം അദ്ദേഹം ഉപയോഗിക്കുന്നത് ഏലിയൻ ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ ഓഫ് പോയിൻ്റ് എന്നുള്ളത്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒരു അക്കാഡമിക്കായിട്ട് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റൊക്കെ ആയിട്ടുള്ള ജോഫ്രി ഹിൻഡൺ, അദ്ദേഹം ഗോഡ് ഫാദർ ഓഫ് എ ഐ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് കേട്ടോക്കാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റിക്ക് വലിയ പ്രശ്നമായിട്ട് എ ഐ മാറും എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഗൂഗിളിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്, ജോലി രാജിവെച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫ്യൂച്ചർ ഓഫ് എ ഐ ആൻഡ് ഹ്യൂമൻ റീസൺ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്കോളർ ഇതിൽ പ്രത്യേകം പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു വേർഡ് LLM അഥവാ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നൊരു ടേം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനെ അധികരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് ശൈലേന്ദ്ര കുമാർ എന്നുള്ളതാണ്. അദ്ദേഹം 2024 ഒക്ടോബർ 21 മീഡിയം എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തൻ്റെ ഒരു ബ്ലോഗ് എഴുതുകയുണ്ടായി. അതിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് തിങ്സ് ഹാവ് മെസ് ഇൻ എ ഐ എന്നുള്ളതാണ്. അഥവാ സങ്കീർണമായ കാര്യങ്ങൾ എ ഐയിൽ ചർച്ച ചെയ്യുമ്പോൾ അത് എ ഐക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. അദ്ദേഹം ആപ്പിള് അതുപോലെ മറ്റു എ ഐ റിസർച്ച് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. അദ്ദേഹം പറയുന്നത് ഇറ്റ് കനോട്ട് അണ്ടർസ്റ്റാൻഡ് അവർ നുവാൻസ്ഡ് പ്രൊജക്റ്റ് എന്നുള്ളതാണ്. അഥവാ സൂക്ഷ്മമായ ചില വിഷയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് മറുപടി പറയാൻ എ ഐക്ക് സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ എ ഐ ഹാസ് ബെറ്റർ സ്റ്റിൽ പ്രോബ്ലം എക്സിസ്റ്റ് എന്നുള്ളതാണ്. ഒരു വലിയ പ്ലാറ്റ്ഫോമാണല്ലോ ഓപ്പൺ എ ഐ എന്നുള്ളത്. അതിലും എന്താണ് പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, നൺ ഓഫ് ഇവാലുവേറ്റഡ് മോഡൽസ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ സോഫിസ്റ്റിക്കേഷൻ കുഡ് കണ്ടക്ട് ഒതൻറ്റിക് റീസണിങ് എന്നുള്ളതാണ്. അഥവാ എത്ര പൊലിമയുണ്ടെങ്കിലും ഒരു എ ഐ പ്ലാറ്റ്ഫോമിന് സൂക്ഷ്മമായൊരു വിഷയം കൊടുത്താൽ അതിന് ഒതൻറ്റിക് ആയിട്ടുള്ള റീസൺ നൽകാൻ പറ്റില്ല എന്നുള്ളതിൽക്കാണ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ അവസാനത്തേക്കൂടെ അടുക്കുമ്പോൾ 2 പോയിൻ്റ് കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡിസ്കസ് ചെയ്യാത്ത 2 പോയിൻ്റുകളാണ്. ഒന്ന് കോണ്ടക്സ്റ്റ് എന്നുള്ളതാണ്. അതിൻ്റെ വിശദീകരണങ്ങൾ ഇവിടെ നടത്തുന്നില്ല, കാരണം ഒരു മറുപടി നൽകുമ്പോൾ അതിൻ്റെ കോണ്ടക്സ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ മനസ്സിലാക്കുന്ന ഒന്നാണ്. മറ്റൊരു പോയിൻ്റ് ഹിക്മത്ത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ പ്രസിദ്ധമായ ഒരു ചരിത്രമാണ് ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകന് നൽകുന്ന ഒരുപാട് ഉപദേശങ്ങൾ. അപ്പോൾ ഈ ഉപദേശത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഹിക്മത്ത് ഉള്ള വ്യക്തിയാണ് എന്ന് പരാമർശിക്കുന്നുണ്ട്. അഥവാ ഓരോ വിഷയത്തിലുള്ള മറുപടി നൽകുക എന്നുള്ളതിനപ്പുറം ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എമ്പതി ഉണ്ടായിരിക്കണം. അഥവാ സിറ്റുവേഷനുകൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അഥവാ മറ്റൊന്ന് സ്പിരിച്വൽ ഫോർസൈറ്റ്, ആത്മീയമായ ഒരു ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ട ഹിക്മത്ത് എന്നുള്ളത് ഒരു മനുഷ്യന് മാത്രമല്ലേ ഉണ്ടാവുക എന്നുള്ളൊരു പോയിന്റ് അവിടെയുണ്ട്. അപ്പോൾ ഇത് Q&A സെഷനാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ ചോദ്യത്തിന് അവസരം നൽകുകയാണ്. എയുടെ ഫ്യൂച്ചർ അല്ലേ? എയുടെ ഫ്യൂച്ചർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെന്തോ ഒരു ഹൈപ്പോസിസിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും.
AI വികസിക്കും, ഒരു ASI ആയിട്ട് സൂപ്പറായിട്ട് ഇൻ്റലിജൻസ് ആയിട്ട് വരും, എന്നിട്ട് മനുഷ്യനെതിരെ തിരിയുന്നുള്ള ആ ഒരു ഇതിലേക്കാണ് ചർച്ചകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മളെ പോലുള്ളൊരു എക്സിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്പീഷ്യസ് ആയിട്ട് തന്നെ നമ്മുടെ പോലെ ഈ ഒരു ഇത് വേൾഡിനെ ഒരു ബെറ്റർ വേൾഡായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അവരും കൂടി സഹായിച്ചിട്ട് നമുക്ക് ഒരു പരസ്പര സഹായത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു റീസൺ ഇല്ലല്ലോ AIക്ക് വന്നിട്ട് മനുഷ്യനെതിരായിട്ട് നമ്മൾ ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി അങ്ങനെ ഉണ്ടാക്കിയാൽ പോലും AI വെല്ലുവിളി ആവുമോ എന്നുള്ള ചോദ്യം വരുന്നത് നമ്മുടെ വെൽത്തിനെയാണ്. ഒരാളുടെ വെൽത്ത് അത് അതിൻ്റെ എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോകുന്നതിന് AI തടസ്സമാവുന്നതാണ്. അതേസമയം നമ്മളൊക്കെ കരുതും പോലെ അല്ലെങ്കിൽ ഇസ്ലാമൊക്കെ പറയുന്നത് പോലെ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് ജീവിക്കുകയാണെങ്കിൽ കൃഷിയൊക്കെ ആയിട്ട് മനുഷ്യന്മാർ പോകുന്നു, അതേസമയം ഇത്ര ഭാരപ്പെട്ടുള്ള ജോലികളൊക്കെ AIയും ചെയ്യുന്നു. അങ്ങനെ ഒരു ബെറ്റർ ലൈഫാണ് ഞാൻ എന്ത് ചെയ്യുന്നത് AIയുടെ ഫ്യൂച്ചറിൽ കാണുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ കോമൻ്റലിൻ്റെ ഒക്കെ സ്റ്റോറിയിൽ കാണും പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജോലി ദിവസങ്ങൾ വർക്കിംഗ് ഡേയ്സ് കുറച്ചുകൊണ്ട് വരുന്നുണ്ട്, 4 ദിവസമായിട്ടൊക്കെ ചുരുക്കി വരുന്നുണ്ട്. അഥവാ ഇപ്പോഴത്തെ എല്ലാ എക്സിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും എല്ലാ സർവീസുകളും അത് 800 കോടിയിലധികം ജനങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു ആഴ്ചയിൽ വളരെ കുറഞ്ഞ സമയമാണ് നമുക്ക് കിട്ടുന്നത് എല്ലാം മാനേജ് ചെയ്യാൻ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് അനുവദിച്ചാൽ തന്നെ വർക്കുകളൊക്കെ പെൻഡിങ് ആവുന്ന സിസ്റ്റമാണ് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും. പ്രൈവറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളാണെങ്കിലും ഗവൺമെൻറ് സർവീസുകളാണെങ്കിലും ഉള്ളത്. അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഗവൺമെൻറ്റുകളും 4 ദിവസമൊക്കെ ആയിട്ട് വർക്കിംഗ് ഡേയ്സ് ചുരുക്കിക്കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ കാരണത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ അങ്ങനത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യന് അത്ര ചെയ്താൽ മതി. ഈ 4 ദിവസമുള്ള കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാനുള്ളൂ, ബാക്കിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള AI ടൂളുകൾ അല്ലെങ്കിൽ AI കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ബെറ്റർ ഫ്യൂച്ചറാണ് എന്ത് ചെയ്യുന്നത് AIയുടെ കടന്നുവരോട് കൂടിയിട്ട് ഇനിയുള്ള ജീവിതങ്ങളിൽ വളരെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യാൻ പറ്റും, മനുഷ്യന് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചർച്ച ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ AI-യുമായി ബന്ധപ്പെട്ട് റീസണുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീക്ഷണങ്ങളിലൂടെ പോയി. അപ്പോൾ ചുരുക്കത്തിൽ ഈ ചർച്ചയൊക്കെ പറഞ്ഞു വെക്കുന്നത് AI-യും അതുപോലെ ഹ്യൂമൻ റീസണും ഇതിനൊക്കെ അതിൻ്റേതായ മേഖലയിൽ അതിൻ്റേതായ റോളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അവസാനമായിട്ട് എത്തിയപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ ചർച്ച ചെയ്തപ്പോൾ വളരെ പ്രോബ്ലമാറ്റിക് ആണ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകൾ ജെഫ്രി ഹിൻഡൺ, അതുപോലെ ഹിസ്റ്റോറിയനായിട്ടുള്ള യുവാൽ നോവ ഹറാരി. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ടിം കുക്കൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ വാട്ട് ഓൾ ഓഫ് അസ് ഹാവ് ടു ഡു ഈസ് ടു മേക്ക് ഷുവർ വി ആർ യൂസിങ് AI ഇൻ എ വേ ദാറ്റ് ഈസ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ഹ്യൂമാനിറ്റി അതിനെ ബേസ് ചെയ്തുകൊണ്ട് AI-നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ റീസണിന് ഹ്യൂമൻ റീസണിന് എപ്പോഴും പ്രാധാന്യമുണ്ട്. ഏത് ടെക്നോളജി ലോകത്ത് വന്നാലും ഹ്യൂമൻ റീസണ് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതിനനുസരിച്ച് കൊണ്ട് ഹ്യൂമൻ ഈ AI അടക്കം നിയന്ത്രിക്കുന്നത് മനുഷ്യന്മാരുടെ ഇച്ഛകളും താല്പര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഹ്യൂമാനിറ്റി സെൻ്ററായിട്ട് AI-യെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു പോയിൻ്റാണ് ഈ ഒരു ചർച്ചയിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നത്. എനിവേ, താങ്ക് യു ഫോർ ദി പാനൽസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് ഡിസ്കഷൻ, മിസ്റ്റർ ഫായിസ്, മിസ്റ്റർ അസ്നാസ് ആൻഡ് മിസ്റ്റർ ഹാമിദ്. അതുപോലെ ഇവിടെ ഓഡിയൻസായി നമുക്കിവിടെ ഉണ്ടായ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ചർച്ച നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.